നമസ്കാരം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് തിരുവനന്തപുരത്തിൻ്റെ ആരാധ്യനായ മേയർ ശ്രീ വി രാജേഷാണ്. താങ്കളുടെ ഈ ഒരു അമേരിക്കൻ സന്ദർശനം നടത്തിയിട്ട് ഇവിടെ തിരിച്ച് തലസ്ഥാനത്ത് എത്തിയിട്ട് മണിക്കൂറുകൾ മാത്രമേ ആകുന്നുള്ളൂ. കാരണം ഈ നീണ്ട ഒരു യാത്രയൊക്കെ കഴിഞ്ഞ ഒരു വിശ്രമം ആവശ്യമാണ്. പക്ഷേ ഇപ്പോൾ അതിന് പോലും അവസരം കിട്ടിയില്ല. ഇപ്പോൾ കർക്കിടകവാവും അതിൻ്റെ തിരക്കുകളിലേക്ക് താങ്കൾ മാറിക്കഴിഞ്ഞു. പക്ഷേ എങ്കിലും തിരിച്ചു നോക്കുമ്പോൾ ഈ ഒരു യാത്രയെക്കുറിച്ച് സംക്ഷിപ്തമായിട്ട് താങ്കളുടെ ഒരു അനുഭവം എന്താണ്? അതായത് ഞാനിപ്പോൾ ഈ പോയതൊരു മലയാള സംഘടനയുടെ പരിപാടിയിൽ പങ്കെടുക്കാനാണ് ആദ്യം പോകാൻ തീരുമാനിച്ചത്. പക്ഷേ കൂടുതൽ ദിവസങ്ങൾ അവിടെ നിൽക്കേണ്ടതായിട്ടുള്ളതുകൊണ്ട് മാത്രമല്ല നമുക്ക് ഒരു 18 മണിക്കൂർ ഒരു ഭാഗത്തേക്ക് തന്നെ യാത്രയ്ക്കുണ്ടല്ലോ. അപ്പോൾ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പോയിട്ട് വരിക എന്നുള്ളത് പ്രായോഗികമല്ല. അപ്പോഴേക്കും നമ്മുടെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വർഷങ്ങളായി US സെറ്റിൽ ചെയ്ത് പല മേഖലയിലും പ്രവർത്തിച്ച് വിജയിച്ച മലയാളികളുണ്ട്. അപ്പോൾ ഈ 10 ദിവസത്തേക്ക് അവർ വരുമ്പോഴേക്കും അവർ 30-40 വർഷം മുമ്പ് തിരുവനന്തപുരത്ത് നിന്നും പോയപ്പോൾ ഉണ്ടായിരുന്ന സാഹചര്യം തന്നെ അവരുടെ മനസ്സിൽ ഇപ്പോഴേ. പിന്നെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന പോസിറ്റീവ് കാര്യങ്ങൾക്ക് വാർത്ത വരുന്നുണ്ട് എങ്കിൽ അതിനേക്കാൾ കൂടുതൽ എന്തെങ്കിലും ചെറിയ ഒറ്റപ്പെട്ട നെഗറ്റീവ്സ് വരികയാണെങ്കിൽ അപ്പോൾ ഇതൊക്കെ ആയിരിക്കും ഇവരുടെ മനസ്സിൽ. നാടിപ്പോഴും അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വന്നു. ചോദ്യങ്ങൾ സ്വാഭാവികമായിട്ടും നമ്മൾ സംസാരിക്കുമ്പോൾ വരും, മീറ്റിങ്ങുകളിലൊക്കെ വരാറുണ്ടല്ലോ. അതിനെയൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ തരണം ചെയ്യും. പക്ഷേ കൃത്യമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, നമ്മളിവിടെ നാട്ടിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അവരിലുണ്ടെങ്കിൽ നാടിനെക്കുറിച്ച് വളരെ നല്ല നല്ല പ്രതീക്ഷകളും നല്ല നല്ല ചിന്തകളും അവരുടെ മനസ്സിൽ നിറയും. പക്ഷേ ഒരു കാര്യം എനിക്ക് സന്തോഷമുള്ളത്, ഇപ്പോൾ ഒരു 380-390 ഡോക്ടർമാർ, മലയാളികളായ ഡോക്ടർമാരുടെ സമ്മേളനം അവിടെ ന്യൂജേഴ്സിയിൽ നടന്നു. ഞാനവിടെ പോയിരുന്നു. ഞാനവിടെ ചെല്ലുന്നത് വളരെ ലേറ്റായാണ് ചെയ്യുന്നത്. ഒരു 400 കിലോമീറ്റർ അപ്പുറത്തു നിന്നാണ് ചെല്ലുന്നത്. അപ്പുറത്ത് ഡ്രൈവ് ചെയ്ത് ചെല്ലുകയാണ്. അപ്പം കാറ്റും മഴയൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് കുറച്ച് പ്രതീക്ഷ. ഒരു 10:30 മണിയായി എത്തിയപ്പം ഈ 10:30 മണിക്ക് ഡോക്ടർമാരൊക്കെ തന്നെ എന്നെ കാത്തിരിക്കുക മാത്രമല്ല വിവിധ പരിപാടികൾ സംബന്ധിച്ചിട്ട് നമ്മളും ചെല്ലുമെന്നുള്ള പ്രതീക്ഷയിലിരിക്കുകയാണ്. അതിനുശേഷം ഞാൻ പ്രസംഗിച്ചിട്ട് അവരെ അഡ്രസ്സ് ചെയ്ത് സംസാരിച്ചിട്ട് അവരുടെ എക്സ്പെർട്ടൈസ് നമ്മുടെ നാടിന് വേണ്ടി പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹം എന്നൊക്കെ പ്രസംഗിച്ചിട്ട് തിരിച്ചറിഞ്ഞപ്പം ഡോക്ടർമാർ പലരും നിരവധി പേർ വന്ന് കണ്ട് സംസാരിച്ചിട്ട് ഞങ്ങളിങ്ങനെ, ഒരാൾ പറഞ്ഞത് അദ്ദേഹം 4 യൂണിവേഴ്സിറ്റികൾ, ക്ലിവലൻഡ് ക്ലിനിക്ക്, അതുപോലെ തന്നെ ഹാർവാർഡ് യൂണിവേഴ്സിറ്റി ഓഫ് ടൊറൻറ്റോ, ജോൺ ഹോപ്കിൻസ്, ഈ 4 സ്ഥലങ്ങളിൽ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ജോൺ ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റിയിൽ കഴിഞ്ഞ 6 വർഷമായി കാർഡിയോളജിയുടെ ഹെഡാണ്. 1867 ആ യൂണിവേഴ്സിറ്റി തുടങ്ങിയത്. അപ്പോൾ അദ്ദേഹം കോഴിക്കോട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ പഠിച്ച ഡോക്ടറാണ്. അദ്ദേഹം കേരളത്തിൽ വരാൻ തയ്യാറാണ്. വന്നിട്ട് നമുക്ക് ഏത് തരത്തിലുള്ള പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുക, ഹീസ് റെഡി. അങ്ങനെയുള്ള ആൾക്കാർ. അപ്പം ഞാൻ അവരോട് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പ്രവർത്തിച്ചിട്ടുണ്ട്, നല്ല സാലറി ഉള്ളവരൊക്കെയാണ്, വളരെ നന്നായിട്ട് വിജയിച്ച് മുമ്പോട്ട് പോകുന്നവരാണ്. പക്ഷേ നിങ്ങളിപ്പോൾ ഒരുമിച്ച് ചേർന്നിരിക്കുന്നത് കേരളത്തിൽ നിന്നുള്ളവരായതുകൊണ്ടാണ്. അപ്പോൾ കേരളത്തോടും മലയാളത്തോടും നിങ്ങൾക്ക് ലോകത്തിൻ്റെ എവിടെ പോയാലും നിങ്ങളെ ഒരുമിച്ച് ചേർക്കുന്ന ഫാക്ടർ ഉണ്ടല്ലോ, അതാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ ദേ ആർ റെഡി. അപ്പോൾ ഇത്തരത്തിലൊരു ഡെവലപ്മെൻറ്റ്, അതായത് നമ്മൾ നാട് വിട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് പോയവരൊക്കെ തന്നെ ഈ നാടിനോടുള്ളൊരു വിയോജിപ്പുള്ളവരായുണ്ടെന്നുള്ള ചിന്ത നമ്മുടെ ഭാഗത്ത് ഉള്ളിൽ ഉണ്ടാവാൻ പാടില്ല. നാട് പ്രവർത്തിക്കുവാനും ജീവിക്കുവാനും ഒക്കെ അത്ര പറ്റിയ സ്ഥലം എന്നുള്ള ചിന്ത അവരുടെ മനസ്സിലുണ്ടാവാൻ പാടില്ല. അപ്പോൾ ഇതിനെ ഒന്ന് കോർത്തിണക്കാൻ പറ്റുന്ന മേഖലകളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത്ഭുതം സൃഷ്ടിക്കാൻ സാധിക്കും. ഇത് അവർക്കൊരു പുതിയ അനുഭവമായിരിക്കും. അതുകൊണ്ടാണല്ലോ ഞാൻ പോയിട്ട് തിരിച്ചു വരുന്നപ്പോൾ എയർപോർട്ടിലൊക്കെ തന്നെ നല്ല തിരക്കിൽ വരികയായിരുന്നു. കാരണം അത്രത്തോളം തിരിച്ചു വരാൻ വേണ്ടി ഫ്രഷ് ആവാൻ നമ്മുടെ ഒരു മലയാളിയുടെ വീട്ടിൽ പോകുമ്പോഴും ഒരു പരിപാടി സ്ഥലത്ത് പരിപാടി തീരുന്നതിന് മുമ്പേ ഓടിപ്പോയിട്ടാണ് പോകുന്നത്. അപ്പോൾ അത്രത്തോളം സ്നേഹം അവരുടെ ഭാഗത്തുണ്ട് എന്നുള്ളതാണ്. ഈ താങ്കൾ മേയറായിട്ട് അധികാരം ഏറ്റെടുത്ത ശേഷം ഇപ്പോൾ 8 മാസം ആവുന്നു അല്ലേ? ഒട്ടും അനുകൂലമായ ഒരു രാഷ്ട്രീയ അന്തരീക്ഷമല്ല കേരളത്തിൽ. അതിൻ്റെ നടുക്ക് നിന്നാണ് താങ്കൾ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു യാത്രയെക്കുറിച്ചും കുറേ അവിടെ ഇവിടെയൊക്കെ കുറേ പ്രസ്താവനകളും കുറേ ഇതുമൊക്കെ വന്നു. അതുകൊണ്ട് ചോദിക്കുകയാണ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പബ്ലിക് എക്സ്ചക്കറിൽ നിന്ന് പൈസ മുടക്കി പോയ നമ്മൾ അങ്ങനത്തെ ഇഷ്ടം പോലെ ജനപ്രതിനിധികളുടെ വിദേശ യാത്രകൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഒരു യാത്രയായിരുന്നോ ഇത്? ഇതിനൊരു ഒഫീഷ്യലായിട്ട് അങ്ങനെ ഒരു സ്വഭാവമുണ്ടോ? ഒന്നത് കോർപ്പറേഷൻ്റെ ഔദ്യോഗിക യാത്ര ആയിരുന്നില്ല, കോർപ്പറേഷൻ. പക്ഷേ മേയർ എന്നുള്ള നിലയ്ക്ക് അങ്ങനെ ആവശ്യമാണെങ്കിൽ സ്പെൻഡ് ചെയ്യാമായിരുന്നു. ഇതിലിപ്പോൾ എന്നെ എയർപോർട്ടിൽ കൊണ്ടാക്കാൻ വേണ്ടി മേയറുടെ കാർ എയർപോർട്ടിൽ വന്നതും തിരിച്ച് ഞാൻ എയർപോർട്ടിൽ വന്നപ്പോൾ വിളിക്കാൻ വേണ്ടി കാർ വന്നതും ഒഴികെ ഒരു ചെലവും തിരുവനന്തപുരം എയർപോർട്ടിൽ വന്നതും കൊണ്ടുവിട്ടതും വന്നതും തിരുവനന്തപുരം എയർപോർട്ടിലാണ്. ഈ എയർപോർട്ട് വരികയും കാർ വന്നതിൻ്റെ അല്ലാതെ ഒരു ചെലവും കോർപ്പറേഷൻ്റെ ഭാഗത്തുനിന്നോ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടില്ല, അങ്ങനെ ഉണ്ടാക്കുകയില്ല. അതൊക്കെ തന്നെ ഏതൊക്കെ സംഘടനയുടെ ഇൻവിറ്റേഷനാണ് പോയത്, ആ സംഘടന അവിടുത്തെ മലയാളികളൊക്കെയാണ് യാത്രയും
താമസമൊക്കെ അവരുടെ വീടുകളിൽ ചിലവെന്ന് പറഞ്ഞാൽ താമസം ഒരു ദിവസമായിട്ടാണ് ഒരു പ്രോഗ്രാമിന് പോയിട്ട് ഹോട്ടലിൽ താമസിച്ചത്. ബാക്കി ഏറെക്കുറെ എല്ലാ ദിവസവും നമ്മുടെ വീടുകളിൽ ഞങ്ങൾ പ്രിഫർ ചെയ്തത് അത് തന്നെ. കാരണം ഇന്ററാക്ട് ചെയ്യാനും എല്ലാവർക്കും വരാനൊക്കെ സമയമുണ്ട്. പിന്നെ അവിടെ പോയിട്ട് 2 വിമാനയാത്രകൾ അമേരിക്കയ്ക്ക് അകത്തുണ്ടായിരുന്നു. അതോടെ ബാക്കി മുഴുവൻ കാറിലായിരുന്നു. ഇതൊക്കെ തന്നെ നമ്മുടെ നിരവധി സുഹൃത്തുക്കളും പ്രവർത്തകരും ആയിരക്കണക്കിന് ആൾക്കാരോട് ഉണ്ടല്ലോ. എന്തായാലും സർക്കാരിനോ അല്ലെങ്കിൽ നഗരസഭയ്ക്കോ യാതൊരു ഇതിനകത്തില്ല. പക്ഷെ അങ്ങനെയല്ല ആരോപണങ്ങൾ. താങ്കൾക്കെതിരെ അന്വേഷണം നടത്തണം, യാത്രക്കെതിരെ അന്വേഷണം വേണമെന്നൊക്കെ ഒരാൾ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഞാൻ അങ്ങപ്പോ 8 മാസം കൊണ്ട് രാഷ്ട്രീയ സാഹചര്യത്തെ കുറിച്ചൊക്കെ പറഞ്ഞു. ഈ 8 മാസം മേയറായതിനു ശേഷമല്ലേ, 55 വർഷമായി തുടങ്ങിയിട്ട് അന്ന് മുതലേ അന്ന് ഇങ്ങനെയൊന്നും എത്രത്തോളം ഞങ്ങളില്ലായിരുന്നല്ലോ. അന്ന് മുതലേ എതിർപ്പുകളും വിയോജിപ്പുകളും നേരിട്ട് തന്നെയാണല്ലോ വന്നത്. അത് തീർച്ചയായിട്ടും അതെല്ലാവർക്കും ഉണ്ട്. പക്ഷെ മേയറാകുമ്പോൾ വേറൊരു പ്രശ്നമുണ്ട്. താങ്കൾ മേയറായ അന്ന് മുതൽ ഈ സാധാരണ ഒരാൾ ഒരു അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു ഹണിമൂൺ പീരീഡ് ഉണ്ട് എന്ന് പറയാറുണ്ട്. താങ്കൾക്ക് അങ്ങനെ ഒരു ഹണിമൂൺ പീരീഡ് കിട്ടിയിട്ടില്ല. ഇടത് വലത് മുന്നണികൾ 2 സൈഡിൽ നിന്ന് വലിച്ചു താഴെ ഇടാൻ ശ്രമിക്കുന്നു. താങ്കൾ പൊളിക്കാൻ ശ്രമിക്കുന്ന മാഫിയകൾ താങ്കളുടെ പുറകെയുണ്ട്. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ സാധാരണ ഏതൊരു രാഷ്ട്രീയക്കാരനും, അധികാരത്തിൽ ഇരിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനും ഒരു അരക്ഷിതാബോധം എപ്പോഴും ഉണ്ടാവും. പക്ഷെ താങ്കൾ അതിനിടയിലും കൂളായിട്ട് അമേരിക്കയ്ക്ക് പോകുന്നു. അതുകൊണ്ടാണ് ഞാനത് ചോദിച്ചത്. അല്ല, ഞാനൊരു കാര്യം പറയാം. ഇപ്പോൾ ഒരു സീറ്റിൻ്റെ ഒരു സ്വതന്ത്രൻ്റെ പിന്തുണയാണ് ഞങ്ങൾക്ക് ഉള്ളത്. അത് വെച്ചിട്ടാണ് ഞാൻ മേയറായത്, ഞങ്ങളുടെ ഭരണസമിതി അധികാരത്തിൽ വന്നത്. പക്ഷേ ഒരു സീറ്റിൻ്റെ പിന്തുണയേ ഉള്ളൂ, അതുകൊണ്ട് ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യില്ല, ശക്തമായ നിലപാടുകൾ സ്വീകരിക്കില്ല, പലരെയും സുഖിപ്പിച്ച് സന്തോഷിപ്പിച്ചൊക്കെ നിൽക്കുകയുള്ളൂ എന്നുള്ള ധാരണ ആർക്കും വേണ്ട. അത് ഞങ്ങളുടെ നിലപാടുകളിൽ ഉറച്ചു നിന്ന്, ഞങ്ങളുടെ നിലപാട് എന്തൊക്കെ ചെയ്യുമെന്ന് പറയുന്നു അതൊക്കെ തന്നെ ജനങ്ങളോട് എന്തൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞിട്ടാണോ അധികാരത്തിൽ വന്നത് അതൊക്കെ കൃത്യമായിട്ട് നടപ്പിലാക്കി ശക്തമായിട്ട് തന്നെ ഞങ്ങൾ മുന്നോട്ട്. പ്രതിപക്ഷത്തിന് നല്ല ബഹുമാനം കൊടുക്കും. അവർക്ക് പ്രവർത്തിക്കാനുള്ള സ്പേസ്, അവരുടേതായ സ്പേസ് ഉണ്ട്. ആ സ്പേസിൽ ഞങ്ങൾ ഇടപെടില്ല. അവർക്ക് എല്ലാ സമരം ചെയ്യുമ്പോഴും തന്നെ റെസ്പെക്റ്റോടുകൂടി ആ സമരത്തെ നോക്കും. ആ സമരത്തിൽ നിന്ന് ഉൾക്കൊണ്ട് എന്തെങ്കിലും തിരുത്താനുണ്ടെങ്കിൽ തിരുത്തും. അതൊക്കെ ചെയ്യുമ്പോൾ തന്നെ അധികാരം നിലനിർത്തുവാൻ വേണ്ടി ഒരു വിട്ടുവീഴ്ചയും ആരുടെ ഭാഗത്തോട്ടും ഉണ്ടാവുകയില്ല. ആ മര്യാദ താങ്കൾക്ക് തിരിച്ചു കിട്ടുന്നുണ്ടോ പ്രതിപക്ഷത്തിൽ നിന്ന്? കുറേയൊക്കെ ചെയ്യുന്നുണ്ട്, കുറേയൊക്കെ കിട്ടുന്നുണ്ട്. വ്യക്തിപരമായി അവരൊക്കെ നല്ല നേതാക്കന്മാരാണ്, നല്ല ബഹുമാനവും സ്നേഹവും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്, നല്ല അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. പക്ഷേ രാഷ്ട്രീയ നിലപാടുകൾ ചെയ്യുമ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം അവർ ചെയ്യണമല്ലോ. പക്ഷേ ശബരിനാഥനെ പോലുള്ളവർ പറഞ്ഞാൽ എൻ്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ അത് ചെയ്യില്ല എന്നൊക്കെയാണോ? വൈകാരികമായിട്ടൊരു സമയത്ത് പറഞ്ഞൊരു വൈകാരിക പ്രകടനം എന്നുള്ളതില്ല. അതിനൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ ആ വിമർശനത്തെയും ബഹുമാനത്തോടെ തന്നെയാണ്. അതിപ്പോൾ പെട്ടെന്ന് വൈകാരികമായിട്ട് ഒരു സാഹചര്യം ഉണ്ടാകുമ്പോഴേക്കും ഞങ്ങളൊക്കെ സമരരംഗത്ത് നിന്നുകൊണ്ട് പ്രസംഗിക്കാറുണ്ടല്ലോ. അപ്പോൾ ആ ഒരു സ്പിരിറ്റിലാണ് ഞാൻ കാണുന്നത്. താങ്കളുടെ ഒരു പ്രവർത്തന ശൈലി ഒരുപക്ഷെ BJPക്കകത്ത് ആസ് എ മേയർ ഒരുപക്ഷെ BJPക്കകത്തും BJPക്ക് പുറത്തും ആൾക്കാർ പ്രതീക്ഷിക്കാത്ത തരത്തിലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും മാധ്യമപ്രവർത്തകർ പ്രതീക്ഷിക്കുന്ന രീതിയിലല്ല. കാരണം എല്ലാ പ്രതിസന്ധികളെയും വളരെ കൃത്യമായി തന്നെ കൃത്യം മറുപടി പറഞ്ഞ് കൃത്യം നിലപാടെടുത്താണ് പോയിട്ടുള്ളത്. ഇത് പ്രതിപക്ഷത്തിന് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. പ്രതിപക്ഷത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കാൻ കണക്കിന് പർപ്പസായിട്ട് നമ്മളൊന്നും ചെയ്തിട്ടില്ല. പിന്നെ നമ്മുടെ നരേന്ദ്രമോദിയാണ് ഞങ്ങളുടെ മാതൃക. അദ്ദേഹം ഞങ്ങളെക്കാൾ വളരെ ഉന്നതിയിൽ നിൽക്കുന്ന ആളാണ്. പിന്നെ അദ്ദേഹം നേരിട്ട് വിളിച്ചിട്ട് അഡ്വൈസ് തരികയാണ്. ഭരണം ഇങ്ങനെയൊക്കെയാണ്, ഇത്തരത്തിലൊക്കെയാണ് എന്ന് അഡ്വൈസ് തരികയാണ്. അപ്പോൾ നേരിട്ട് വിളിച്ചു അദ്ദേഹം നേരിട്ട് ഫോണിൽ അദ്ദേഹത്തിന് വീട്ടിൽ വിളിച്ചു വരുത്തില്ലേ. ഞങ്ങൾ 50 പേര് ഇത് ആർക്കും ഭാഗ്യം അവസരം കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ 50 പേരെയും വിളിച്ച് അദ്ദേഹത്തിൻ്റെ വീട്ടിലിരുത്തിയിട്ട് അദ്ദേഹം ഭരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ പറയുകയല്ലേ. അപ്പോൾ അദ്ദേഹം പറയുന്ന ഒരുപാട് കാര്യങ്ങൾക്ക് ഉൾക്കൊണ്ടിട്ടുണ്ട്. ആ ഒരു ശൈലിയും പിന്നെ പൊതുപ്രവർത്തനം നടത്തുമ്പോഴേക്കും ഞാൻ പ്രവർത്തിച്ചു വന്ന സംഘടനകൾ, അതിപ്പോൾ തുടക്കത്തിൽ പ്രവർത്തിച്ച രാഷ്ട്രീയ സ്വയംസേവക സംഘമാവട്ടെ, ABVP ആവട്ടെ, യുവമോർച്ച, ദെൻ BJP, ഇതിലൊക്കെ ഭരണത്തിലെത്തുമ്പോഴേക്കും നമ്മൾ സ്വീകരിക്കേണ്ട മാർഗങ്ങളെക്കുറിച്ചും കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത് നമ്മൾ അഡോപ്റ്റ് ചെയ്തു എന്നുള്ളത് തന്നെയാണ്. അതിപ്പം ചിലർക്ക് സന്തോഷം ഉണ്ടാവും, ആ രീതി സ്വീകരിച്ചത്, ചിലർക്ക് അസ്വസ്ഥത ഉണ്ടാവും. നമ്മുടെ മുമ്പിൽ ഘടകമല്ല. നമുക്ക് അമേരിക്കൻ യാത്രയിലേക്ക് ഒന്ന് തിരിച്ചു പോയാൽ, താങ്കൾ നേരത്തെ പറഞ്ഞു ആൾക്കാരുടെ ഉള്ളിലുള്ള ഒരു പെർസെപ്ഷൻ നഗരസഭയെക്കുറിച്ച് മാറ്റാൻ ഒരു പരിധി വരെ സാധിച്ചു, ഡോക്ടർമാരുടെയൊക്കെ സഹകരണം. പക്ഷേ ഇതിനപ്പുറം എന്തെങ്കിലും ഒരു ആക്ഷൻ പ്ലാൻ, നമുക്കൊരു ഇതാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്, ഇത്ര ദിവസത്തിനുള്ളിൽ നമുക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും, അത്തരത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനത്തിലേക്ക് എത്താൻ സാധിച്ചിട്ടുണ്ടോ ഏതെങ്കിലും മേഖലകളിൽ? IT സെക്ടറിലാണ് അതിന് കുറച്ച് കാര്യമായിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഭരണത്തിലുള്ള ഒരു വേഗതക്കുറവ്, ആ വേഗതക്കുറവ് അവസാനിപ്പിക്കാൻ വേണ്ടി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമുക്ക് എത്രത്തോളം പ്രയോജനപ്പെടുത്താൻ സാധിക്കും.
അതിൽ മേയർ എന്നുള്ള നിലയ്ക്ക് എന്നെ ആശ്ചര്യപ്പെടുത്തുന്നത് നമുക്ക് പിരിഞ്ഞു കിട്ടേണ്ട നികുതി പണത്തിൽ വലിയൊരു ശതമാനം പിരിഞ്ഞു കിട്ടാറില്ല. വ്യത്യസ്തമായ കാര്യങ്ങളുണ്ട്. ചിലർ ബോധപൂർവ്വം അടയ്ക്കാത്തതാണ്, ചിലർ അബദ്ധം പറ്റി വിട്ടുപോകുന്നതാണ്, ചിലർക്കൊരു സമ്മർദ്ദം കൂടെ ഉണ്ടെങ്കിൽ അടയ്ക്കും. അപ്പം അങ്ങനെ പല കാറ്റഗറി ഉണ്ട്. നികുതി പണം മുഴുവനും കിട്ടാനുള്ളത് പിരിഞ്ഞ് കിട്ടിയേ പറ്റൂ. കാര്യം കോർപ്പറേഷൻ്റെ ആളിന് നൽകേണ്ട സേവനത്തിന് ഞങ്ങൾക്ക് കുറവ് വരുത്താൻ പറ്റുമല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് നികുതി പണം കോർപ്പറേഷന് കിട്ടേണ്ട അവകാശമുള്ളൂ. ഞങ്ങളുടെ വരുമാനം അത് മാത്രമല്ലേ ഉള്ളൂ. തീർച്ചയായിട്ടും. അപ്പോൾ അത് മാറിയ സാഹചര്യത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എങ്ങനെയായാലും പ്രയോജനപ്പെടുത്തുക എന്നുള്ളതിനെ കുറിച്ചുള്ള ഗൗരവമായ ഒരു ചർച്ച. രാത്രി 2 മണി വരെ അന്ന് ആലോചിക്കണം. അമേരിക്കയിലെ IT പ്രൊഫഷണൽസ് രാത്രി 2 മണി വരെ ഞങ്ങൾ ഒരുമിച്ച്, ചിലർ നേരിട്ടുണ്ടായിരുന്നു, ചിലർ ഓൺലൈനിലായിരുന്നു. അപ്പോൾ സംസാരിച്ചപ്പോഴും മനസ്സിലാവുന്നത് ഇവിടെ നിന്ന് 45 വർഷം മുമ്പ് പോയ ഒരു മലയാളി, അദ്ദേഹം അവിടെ വലിയ IT സ്ഥാപനം നടത്തുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥാപനം തിരുവനന്തപുരത്തുണ്ട്. 950 പേർ ഇവിടെ ഇരുന്നുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി ജോലി ചെയ്യുകയാണ്. അതിൽ ഏറ്റവും മികച്ച IT സയൻറ്റിസ്റ്റിനെ അടുത്ത ദിവസം കോർപ്പറേഷനിലേക്ക് അയക്കുകയാണ്. ഞാനിവിടെ എത്തിക്കഴിഞ്ഞാൽ 11-ാം തീയതി മേയർ എത്തിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് അവൈലബിൾ ഡേറ്റിൽ തന്നെ അവർ വരികയാണ്. അവരും ഞങ്ങളുടെ ഇവിടുത്തെ IT എക്സ്പെർട്ടും ഇവിടുത്തെ റവന്യൂവിലെ ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ഞങ്ങൾ ഒരുമിച്ചിരിക്കുകയാണ്. ടാക്സ് പെൻഡിങ് എങ്ങനെ കറക്റ്റ് ചെയ്യാം, ഈ ഫിനാൻഷ്യൽ ഇയറിൽ നമുക്ക് മാക്സിമം നികുതി എങ്ങനെ പിരിച്ചെടുക്കാം, നികുതി അടയ്ക്കാത്തവർക്ക് റവന്യൂ റിക്കവറി നോട്ടീസ് സെർവ് ചെയ്യുന്നു, അതിൻ്റെ അടുത്ത സ്റ്റെപ്പിൽ AI എങ്ങനെ ഉപയോഗിക്കാം, ഇതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻ ഞങ്ങൾ അടുത്ത ദിവസം ആരംഭിക്കുകയാണ്. ഇത് ഈ യാത്രയുടെ ഒരു കോർപ്പറേഷൻ അഡ്മിനിസ്ട്രേറ്റീവ് ആസ്പെക്റ്റിൽ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ട് വിജയമായിട്ട് നമുക്ക് കണക്കൂട്ടാം. മറ്റ് പങ്കാളിത്ത സാധ്യതകൾ എന്തൊക്കെയാണ്? ഏതൊക്കെ മേഖലകളിൽ ഡിസ്കഷൻ തുടങ്ങി വെക്കാൻ സാധിച്ചിട്ടുള്ള എന്തെങ്കിലും? അത് സ്റ്റുഡൻസിനെ ഒരു എക്സ്ചേഞ്ച് പ്രോഗ്രാം ആലോചിക്കുന്നുണ്ട്. അവിടെ നിന്ന് മിടുക്കരായ സ്റ്റുഡൻസിനെ ഒരാഴ്ചത്തേക്കോ 2 ആഴ്ചത്തേക്കോ 1 മാസത്തേക്കോ നമ്മുടെ ക്യാമ്പസിൽ ടൂർ ചെയ്യിപ്പിക്കുക. നമ്മുടെ ഇവിടെ നിന്നുള്ള മിടുക്കരായ കുട്ടികളെ അതിന് സ്പോൺസർഷിപ്പ് ഏത് രീതിയിൽ പ്രയോജനപ്പെടുത്താൻ പറ്റും, സംഘടിപ്പിക്കുക എന്നുള്ള കുറിച്ചുള്ള അന്വേഷണം ഇപ്പോൾ നടക്കുന്നത്. അത് പിന്നെ കൾച്ചറൽ എക്സ്ചേഞ്ച് എംബസിയിൽ സംസാരിച്ചു. നമ്മുടെ ഇവിടുത്തെ വളരെ നല്ല നാടൻ കലകളുണ്ട്. ആ നാടൻ കലകളെ സംയോജിച്ച് കൊണ്ട് ഒരു പാക്കേജായിട്ട് അവിടെ അവതരിപ്പിച്ചാൽ അത് അമേരിക്കക്കാർക്കും താല്പര്യം ഉണ്ടാവും, ഇന്ത്യക്കാർക്കും ഉണ്ടാവും. അതോടൊപ്പം തന്നെ അമേരിക്കയുടെ പ്രാചീന കലകളുണ്ട്, അത് നമ്മുടെ പാക്കേജായിട്ട് കൊണ്ടുവന്ന് എംബസി വഴി നമ്മുടെ നാട്ടിൽ ഏത് തരത്തിൽ നമുക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റും. ഈ ഒരു എക്സ്ചേഞ്ച് അങ്ങനെയൊക്കെ നമുക്ക് തുടങ്ങാൻ സാധിക്കുള്ളൂ. തീർച്ചയായിട്ടും അതൊരു പ്രധാന സ്റ്റെപ്പാണ്. ഒരു സ്റ്റെപ്പ് വയ്ക്കാം. ഈ ഒരു സ്റ്റെപ്പ് വയ്ക്കുമ്പോഴേക്കും കൂടുതൽ ആശയങ്ങളും സാധ്യതകളും ഉണ്ടാവും. അപ്പോൾ IT ഈ സ്റ്റുഡൻസിന്റെ എക്സ്ചേഞ്ച്, അതോടൊപ്പം തന്നെ നമ്മുടെ കൾച്ചറൽ എക്സ്ചേഞ്ച്, അങ്ങനെയൊക്കെ നമുക്ക് ആരംഭിക്കാനുള്ള ധാരണയായിട്ടുണ്ട്. പിന്നെ മറ്റൊന്നാണ് ഡോക്ടർമാർ. ആരോഗ്യരംഗം ഒരു ആരോഗ്യരംഗത്തിൽ ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ നാട്ടിൽ നിന്നും പോയിട്ടുള്ളവരാണ് ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ ആരോഗ്യ മേഖലയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത്. സത്യമാണ്. അപ്പോൾ അവർക്ക് അതിനാവശ്യമായ ഫെസിലിറ്റീസ് ഇവിടെ ചെയ്തു കൊടുത്താൽ ഒരുപക്ഷെ അവർക്ക് എല്ലാ ദിവസവും ഇവിടെ വന്നൊന്നും ചെയ്യാൻ പറ്റില്ല. അത് നമുക്കും അവരുടെ എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കാൻ പറ്റില്ല. പക്ഷെ അവരുടെ അഡ്വൈസോടുകൂടി നമ്മുടെ നാട്ടിലുള്ള ഡോക്ടർമാർക്ക് തന്നെ ഒരു ട്രെയിനിങ് കൊടുക്കുകയും അവർ തമ്മിൽ കൃത്യമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരവരുടെ സേവനം തരാൻ തയ്യാറാണ്. സങ്കീർണമായിട്ടുള്ള ചികിത്സാ പദ്ധതികളിലൊക്കെ അവർക്ക് വലിയൊരു വളവ് വരെ ഇവിടുന്ന്, എൻ്റെ മനസ്സിലുള്ളത്, ഇവിടുന്ന് നമ്മുടെ സാധിക്കുന്നവർക്ക് തന്നെ വിദേശത്ത് പോയി ചെന്ന് ചികിത്സ നേടാറുണ്ട്. അപ്പോൾ അതിന് സാധിക്കാത്ത സാധാരണക്കാരൻ്റെ മനസ്സിലും ഒരു വേദന ഉണ്ടാവും. അപ്പോൾ ആ നിലവാരത്തിലുള്ള ചികിത്സ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടി ഒരു തുടക്കം നമുക്ക് എന്തുകൊണ്ടായിക്കൂടാ? തീർച്ചയായിട്ടും. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിലും ഗവൺമെൻറ്റും കോർപ്പറേഷനും കേന്ദ്ര സർക്കാരിൻ്റെ ഒക്കെ സഹായം ഉണ്ടെങ്കിൽ, സംസ്ഥാന സർക്കാരിൻ്റെ ഒക്കെ സഹായം ഉണ്ടെങ്കിൽ നമുക്ക് പണത്തിന് വലിയ തടസ്സമൊന്നുമില്ല. ഇൻവെസ്റ്റ് ചെയ്യാൻ ആളുണ്ട്. സർക്കാർ തലത്തിൽ തന്നെ വികസനത്തിന് പണത്തിന് വലിയ തടസ്സമില്ല. ഇതൊക്കെ പ്രയോജനപ്പെടുത്തി അവരുടെ എക്സ്പെർട്ടൈസും അവരുടെ അഡ്വൈസും കൂടെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മുമ്പോട്ടാൻ സാധിക്കും. തീർച്ചയായിട്ടും. താങ്കൾ ഇത് കൂടാതെ ചില നഗരസഭകളിൽ മേയർമാരെയൊക്കെ കണ്ടിരുന്നു. അവിടുത്തെ ഒരു നഗരസഭയുടെ പ്രവർത്തന രീതി തീർച്ചയായിട്ടും കണ്ടു മനസ്സിലാക്കിയിരിക്കുന്നു. അതും നമ്മളുടേതുമായിട്ടുള്ള ഒരു പ്രകടമായ വ്യത്യാസം എന്താണ്? എന്തെങ്കിലും അഡാപ്റ്റ് ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും രീതികൾ കണ്ടിട്ടുണ്ടോ? അവിടെ 3 തരത്തിലുള്ള നഗരസഭകളുണ്ട്. ഒന്നിപ്പോൾ ന്യൂയോർക്കൊക്കെ പോലുള്ള വലിയ ലോകത്ത് തന്നെ ഏറ്റവും ശ്രദ്ധിക്കുന്ന സിറ്റികളുണ്ട്. അവിടെയൊക്കെ ഹ്യൂജാണ്. അവിടുത്തെ വർഷങ്ങളായി തന്നെ അവിടുത്തെ ഒരു സിസ്റ്റമുണ്ട്. ആ സിസ്റ്റം നമുക്കൊരിക്കലും ഇവിടെ അഡോപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അവരുടെ ഇൻകം, അതോടൊപ്പം തന്നെ അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ രാജ്യം തന്നെ ചെയ്തു കൊടുത്ത ഇൻഫ്രാസ്ട്രക്ചറൊക്കെ അവർ പ്രയോജനപ്പെടുത്തുന്നത്. എന്നാൽ ഒരു മിഡിൽ ലെവലിലുള്ള, ഇപ്പം ഞാൻ പോയ മിസോറി സിറ്റി ഉണ്ട്, അവിടെയൊക്കെ ചെയ്യുന്നത് ഭരണപരമായ കുറേ കാര്യങ്ങൾ നമുക്കിവിടെ അഡോപ്റ്റ് ചെയ്യാം. പക്ഷേ അവരുടെ വേസ്റ്റ് മാനേജ്മെൻറ്റ് ഒരിക്കലും നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്ന രീതിയല്ല. അവർ 100 ഏക്കറിലാണ് ചെയ്യുന്നത്.
ഓ, അതിനുള്ള സ്ഥലം 75 വർഷത്തേക്ക് അവരൊരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. 25 വർഷം ഇപ്പോൾ ആയിട്ടുള്ളൂ. ഇനി 50 വർഷം അവർ സേഫാണ് അവിടെ. മറ്റൊന്ന് സ്ട്രേ ഡോഗ്സ് അവർ ചെയ്യുന്നത് പോലും അതിനേക്കാൾ നന്നായിട്ട് തന്നെയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. കാരണം അവർക്ക് 1500 നായ്ക്കൾ ആ സിറ്റിയിൽ മൊത്തത്തിലുള്ളൂ, നമുക്കിവിടെ 10,000 ഉണ്ട്. അപ്പോൾ ഈ 15,000 സ്ഥലത്ത് നിന്നാണ് ആൾക്കാരെ കടിക്കുന്നത്. അതെ. അപ്പോൾ ഇവർക്ക് 1500 നോക്കിയാൽ മതി. അപ്പോൾ ഞാൻ അവരുടെ ഷെൽട്ടർ നേരിട്ട് പോയി കണ്ടു. ഇനി നമ്മളെക്കാൾ അത്ഭുതകരമായിട്ട് എന്തെങ്കിലും നടത്തുന്നതെന്ന് അറിയാൻ വേണ്ടി ഒന്നുമില്ല, നമ്മൾ ചെയ്യുമ്പോൾ തന്നെയാണ് ചെയ്യുന്നത്. നമുക്ക് ഈ എണ്ണത്തിന്റെ ബാഹുല്യം കൊണ്ട് അവർ ഓരോന്നിനെയും ഓരോ കൂട്ടിലിട്ടിട്ടുണ്ട്. നമ്മളൊരു 20 എണ്ണത്തിലേക്കാണ് ഒരു കൂട്ടിലുണ്ട്, 25 എണ്ണത്തിലേക്ക്. പക്ഷെ ഒരെണ്ണത്തിന് ഒരു കൂട്ടിൽ അവരിടുമ്പോൾ വളരെ ഇടുങ്ങിയ സ്ഥലത്താണ്. നമ്മൾ 20-25 എണ്ണത്തിന് ഇടുമ്പോൾ കുറച്ചുകൂടെ വലിയ സ്ഥലത്താണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ സ്ട്രേ ഡോഗ്സിന്റെ കാര്യത്തിൽ അവരിപ്പോൾ ചെയ്യുന്നത് പോലെ അതിനേക്കാളും മികച്ചായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. ബേസ് പ്ലാൻ ഒരു ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ 100 ഏക്കർ സ്ഥലമാണ്. അപ്പോൾ അവിടുത്തെ നഗരസഭയിൽ പോയി പിന്നെ ITAയിൽ ഞാൻ പോയ സിറ്റി നമ്മൾ അത്രത്തോളം വന്നിട്ടില്ല. അതിൻ്റെ തൊട്ടടുത്തൊരു ജില്ലയുണ്ട്, കൗണ്ടി എന്നാണ് ആ ജില്ലയ്ക്ക് അവർ പറയുന്ന പേര്, കൗണ്ടി എന്നാണ്. അവിടുത്തെ IT ഓഫീസർ മലയാളിയാണ്, സിന്ധു. അവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അത് ചില കാര്യങ്ങളിൽ അവർ ഒരു എക്സ്ചേഞ്ച് ആവാൻ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവർ 30 വർഷം കൊണ്ട് അവിടെ പ്രവർത്തിക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്യാം. പട്ടികളുടെ കാര്യം, മാലിന്യ പ്രശ്നം പറഞ്ഞു. പക്ഷേ തിരുവനന്തപുരം നഗരസഭയെ സംബന്ധിച്ച് വേറൊരു വലിയ ഇഷ്യൂ, ഒരുപക്ഷെ അവർ കുറച്ചുകൂടി നന്നായിട്ട് ചെയ്യുന്നത് ഈ അറവുശാലകളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ്. അറവുശാലകൾ വളരെ നല്ല രീതിയിൽ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടാണ് അവിടെ പോകുന്നത്. പക്ഷേ ഇവിടെ വളരെ പ്രാകൃതമായിട്ടും ചിലതൊക്കെ ലൈസൻസ് പോലും ഇല്ലാതെ മാനദണ്ഡങ്ങൾ പാലിക്കാതാണ്. ഈവൻ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അടുത്ത് പോലും പരസ്യമായിട്ട് തന്നെ ഇറച്ചി കെട്ടി തൂക്കുന്ന സാഹചര്യങ്ങളൊക്കെ താങ്കളും കണ്ടിട്ടുണ്ടാവും. ഇത്തരം കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു പ്രയോറിറ്റി ഈ അവിടുത്തെ അറവുശാലകൾ പോയി കാണാൻ സാധിച്ചില്ല. പിന്നെ ഇവിടെ അറവുശാലകൾ സിസ്റ്റമാറ്റിക് ആകാനുള്ള ഒരു പരിശ്രമം നമ്മൾ നടത്തുന്നുണ്ട്. അത് ഇനിയും കുറച്ച് ഡോക്യുമെന്റേഷൻ കൂടെ പൂർത്തിയാക്കാനുണ്ട്. അപ്പോഴേക്കും നമ്മുടെ അറവുശാലകളിലേക്ക് മുഴുവൻ കന്നുകാലികളെയും വരുത്താൻ സാധിച്ചാൽ അങ്ങ് പറഞ്ഞതുപോലുള്ള കെട്ടുതുകൽ പരിപാടിയൊക്കെ നമുക്ക് അവസാനിപ്പിക്കാൻ സാധിക്കും. പക്ഷെ അതിന് ഞങ്ങൾ കുറച്ചുകൂടി എക്യുപ്ഡ് ആവേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഓണം സീസൺ വരികയാണ്. ഓണത്തിന് നിരവധി തയ്യാറെടുപ്പുകൾ ഇപ്പോൾ തന്നെ നഗരസഭ തുടങ്ങിയിട്ടുണ്ടാവും. ഇതിൽ സാധാരണക്കാർക്കൊരു വലിയ കൺസേൺ ഉള്ളത് ഈ കച്ചവട സ്ഥാപനങ്ങളുടെ ഈ ഒരു അമിത ലാഭം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ, അതുപോലെ ഹോട്ടലുകളിലെ ഭക്ഷണത്തിൻ്റെ ക്വാളിറ്റി. കാരണം ആൾ കൂടുമ്പോൾ അതും ഒരു വലിയ കൺസേണാണ്. ഇത്തരം വിഷയങ്ങളും കൂടി മനസ്സിൽ വച്ചിട്ടാണോ ഓണത്തിൻ്റെ ഒരു ആക്ഷൻ പ്ലാൻ നഗരസഭ തയ്യാറാക്കിയിരിക്കുന്നത്? നഗരസഭയ്ക്ക് വിലയുടെ കാര്യത്തിൽ ഇടപെടാൻ പറ്റില്ല. ഹോട്ടലിലെ ഹൈജീനിക് സിറ്റുവേഷൻ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യത്തിൽ ഞങ്ങൾ വളരെ വിജിലൻ്റ്. ഞങ്ങൾ സ്ക്വാഡ് കൃത്യമായിട്ട് അന്വേഷിക്കുന്നുണ്ട്, ഇടപെടുന്നുണ്ട്. പിന്നെ പോലീസുമായിട്ട് സംസാരിച്ചിട്ട് കച്ചവടം നടത്തുമ്പോഴേക്കും ഒരു പരിധി കഴിഞ്ഞുള്ള റെസ്ട്രിക്ഷൻ പാടില്ല. കാരണം ഓണ സമയത്താണ് ഈ കച്ചവടക്കാർക്ക് അവർക്കും കുറച്ച് കൂടുതൽ ബിസിനസ് നടക്കുന്നത്. ഇതുപോലുള്ള ഉത്സവ സമയത്ത് അത് പ്രതീക്ഷിച്ചൊക്കെയല്ലേ അവർ ചെയ്യുന്നത്, അവർക്കും ജീവിച്ചു പോകണ്ടേ. എന്നാൽ പിന്നെ ഓണ സമയത്ത് കുറച്ചൊക്കെ അങ്ങനെയുള്ള തിരക്കുകൾ ജനവും മാനസികമായിട്ട് അനുവദിക്കുന്നതാണ്. കാരണം ജനങ്ങൾക്കും കുറച്ച് കുറഞ്ഞ വിലയ്ക്ക് ഉൽപ്പന്നങ്ങൾ വാങ്ങാനും ആസ്വദിക്കാനും കിട്ടാതെ. പക്ഷെ അത് ഒരു പരിധി കഴിഞ്ഞ് പോകാം, നമ്മൾ നിയന്ത്രണത്തിൽ നിൽക്കണം. പോലീസുമായിട്ട് ഒരു ചർച്ച കഴിഞ്ഞു. അത് പോലീസിന്റെ നിർദ്ദേശത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അവരാണ് ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ പോകും. ഹോട്ടലുകളിൽ ഓണ സമയത്തുള്ള ഞങ്ങളെ ചെക്കിങ് വളരെ കൃത്യമാണ്. വില നിലവാരം നമ്മളല്ല, കളക്ടറാണ്. തീർച്ചയായിട്ടും. ഈ ഓണ സമയത്തുണ്ടാകുന്ന മറ്റൊരു വലിയ ഇഷ്യൂവും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക, ഈ പാർക്കിങ്ങിൻ്റെ വിഷയമാണ്. അക്കാര്യത്തിൽ നഗരസഭയ്ക്ക് എന്തെങ്കിലും ഒരു കർമ്മപദ്ധതി ഉണ്ടോ ഇപ്പോൾ ഉള്ളതിൻ്റെ അപ്പുറം? ഇല്ല, പുതിയതായിട്ടുള്ളതൊന്നും രൂപീകരിച്ചിട്ടില്ല. പുതിയതായിട്ടുള്ള അത് കുറച്ച് ശ്രമകരമാണ്. ഉള്ളതിനെ ഡാമേജ് വരാതെ നിലനിർത്തി പോവുക എന്നുള്ളതാണ്. ബാക്കിയൊക്കെ വഴിയെ ശരിയാവും, അത്രേ ഉള്ളൂ. ഇപ്പോൾ ഒരു 6 മാസത്തിൽ കൂടുതലായി താങ്കൾ അധികാരത്തിൽ. നെക്സ്റ്റ് ഒരു 6 മാസം താങ്കൾ കൊടുക്കുന്നത്, ഇപ്പോൾ തന്നെ കുറേ കാര്യങ്ങൾ പഠിക്കാൻ സമയമെടുത്തു, കുറേ കാര്യങ്ങൾ ചെയ്തു തുടങ്ങാൻ പദ്ധതികൾ നടപ്പാക്കി തുടങ്ങി. നെക്സ്റ്റ് ഒരു 6 മാസം താങ്കളുടെ പ്രയോറിറ്റീസ് എന്തൊക്കെയാണ്? എവിടെ നിന്നെങ്കിലും കുറച്ച് കൂടുതൽ ഫണ്ട് കൊണ്ടുവന്നിട്ട്, ഏതെങ്കിലും പദ്ധതികൾ കൊണ്ടുവന്നിട്ട് നഗരസഭയുടെ ഇമ്മീഡിയറ്റ് ഉള്ള കുറേ ആവശ്യങ്ങളുണ്ട്, ജനങ്ങളുടെ ആവശ്യങ്ങൾ. ഇപ്പോൾ റോഡ്, അങ്ങ് തന്നെ ഇന്റർവ്യൂ തുടങ്ങുന്നതിന് മുമ്പ് എന്നോട് റോഡിൻ്റെ കാര്യം പറഞ്ഞു. ഇതുപോലുള്ള നിരവധി റോഡുകളുണ്ട്. നമുക്ക് ഒരു വർഷം കിട്ടുന്ന ഒരു വാർഡിന് 1 കോടി രൂപയാണ്, മാക്സിമം 85 ലക്ഷം രൂപ നമുക്ക് അനുവദിക്കാൻ സാധിക്കുന്നത്. ഈ 85 ലക്ഷം രൂപയിലാണ് എല്ലാ നിർമ്മാണ പ്രവർത്തനം നടക്കേണ്ടത്. അംഗനവാടികളുടെ മോടി പിടിപ്പിക്കൽ നടക്കണം, റോഡ് നടക്കണം, പാലം നടക്കണം. അപ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനൊരു പരിഹാരം ഒരൊറ്റ തവണ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഒരു ആഗ്രഹം. അതോടൊപ്പം കണക്റ്റഡ് വേറെ പലതും ഉണ്ട്. ഇപ്പൊ ഈ മഴയത്ത് വെള്ളം കിട്ടിയില്ല, തിരുവനന്തപുരത്ത് ഒരു രാത്രി മുഴുവൻ മഴ പെഞ്ച് വെള്ളം. എനിക്കവിടെ കുറെ കാലത്തിന് ശേഷം ആദ്യമായിട്ടാണ് ആരും ഓർത്തു പോലുമില്ല. അത് ഞങ്ങൾ 3 മാസം മുമ്പ് തന്നെ രാവും പകലും അധ്വാനിച്ച് രാത്രി ഒരു 10 മണിക്ക് ഈ ചാലുകളിലെ മണ്ണ് മാറ്റാൻ തുടങ്ങും. വെളുപ്പിന് 4:30 മണി വരെ ഞങ്ങളവിടെ നിൽക്കും.
1-2 ദിവസം വാർത്ത വന്നിട്ടുണ്ട്. പക്ഷേ ഒരു ഫോട്ടോ ഇല്ലാതെ ഒരു വാർത്തയില്ലാതെ ഞങ്ങൾ വന്നിട്ട് ഒരു ദിവസം വരാതിരുന്നാൽ മതിയായിരുന്നു, അപ്പോൾ വാർത്ത അല്ല ഞാൻ പറഞ്ഞത് അത്രയും ദിവസം നിൽക്കുകയാണെന്നുള്ള വാർത്തയൊന്നും ഒരിടത്തും വന്നിട്ടില്ല. പക്ഷേ ജീവനക്കാരോടൊപ്പം ഞാൻ നിന്നിട്ടുണ്ട്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ നിന്നിട്ടുണ്ട്, രാത്രി നിന്നിട്ട് മണ്ണ് വാരി. അങ്ങനെ ഒരു 256 ലോഡ് മണ്ണ് ഈ നദികളിൽ 15 വർഷമായി അടിഞ്ഞുകൂടി കിടന്ന മണ്ണ്, അതായത് 3 മീറ്റർ താഴ്ചയുള്ള 3 മീറ്ററിലൂടെ വെള്ളം ഒഴുകേണ്ട ഒരു നദിയിൽ 2.25 മീറ്ററിലും മണ്ണടിഞ്ഞ് കിടക്കുകയാണ്. 1/4 മീറ്ററിലൂടെ മാത്രമാണ് വെള്ളം ഒഴുകുന്നത്. അപ്പോൾ ആ 1/4 മീറ്ററിലൂടെ വെള്ളം ഒഴുകുമ്പോഴാണ് കരകവിഞ്ഞ് ഒഴുകിയത്. ഞങ്ങൾ ചെയ്തത് എന്താണ്, ഈ 3 മീറ്റർ മണ്ണ് മാറ്റി, അവിടെ നിന്ന് മാറ്റി. ഓരോ ലോഡും കൊണ്ടുപോകുമ്പോൾ ഞങ്ങൾ കൃത്യമായിട്ട് എണ്ണി മോണിറ്റർ ചെയ്ത്. അതുകൊണ്ടാണ് ഇപ്പോൾ വെള്ളക്കെട്ട് ഒരു പരിധി വരെ, ഞാൻ പൂർണ്ണമായിട്ട് മാറ്റിയൊന്നും അവകാശപ്പെടുന്നില്ല. ഇനി ശക്തമായ മഴ കൂടി ഒരു 8-10 ദിവസം തുടർച്ചയായിട്ട് പെയ്താൽ മാത്രമേ നമുക്ക് പൂർണ്ണമായിട്ട് അറിയാൻ സാധിക്കൂ. പക്ഷേ 10 മണിക്കൂർ തുടർച്ചയായിട്ട് മഴ പെയ്തിട്ടും പഴവങ്ങാടിയിലും തമ്പാനിലും വെള്ളപ്പൊക്കം ഉണ്ടായില്ല എന്നുള്ളത് ഞങ്ങളുടെ പ്രവർത്തനത്തിന്റെ ഒരു ഫലമാണ്. 1 മണിക്കൂർ മതി, 1 മണിക്കൂർ മഴയത്ത്. ഞാൻ അമേരിക്ക പോകുമ്പോൾ പലരും ചോദിച്ചിരുന്നു, മഴ വരാൻ പോവില്ലേ, എന്ത് ധൈര്യത്തിലാണ് പോകുന്നത്, വെള്ളക്കെട്ട്. ഞാൻ ഒരു വെള്ളക്കെട്ടുണ്ട്. തീർച്ചയായിട്ടും ഞാനത് പറയാൻ തുടങ്ങിയത്, ഇവിടെ വെള്ളക്കെട്ട് ഉണ്ടാവുകയും മേയർ അമേരിക്കയിലാന്ന് പറയുകയും ചെയ്തു കഴിഞ്ഞാൽ, അമേരിക്കയിൽ പോയുള്ള പ്രവർത്തനം നടന്നു, ഇവിടെ വെള്ളക്കെട്ട് ഉണ്ടായില്ല. വെള്ളക്കെട്ട് മറ്റുള്ള ജില്ലകളിലുണ്ടായപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ കോർപ്പറേഷനിൽ നിന്ന് പല ഉൽപ്പന്നങ്ങൾ സംഭരിച്ച് കൊടുക്കാനും സാധിച്ചു. അപ്പോൾ ഇത് സ്ഥായിയായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ഈ വെള്ളക്കെട്ട് ഉണ്ടാകുന്ന അത് ഒഴിവാക്കുന്ന നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ കുടിവെള്ള പ്രശ്നം എങ്ങനെ അവസാനിപ്പിക്കാം, ഇതിനെക്കുറിച്ചുള്ള ഗവേഷണം നടത്തി കഴിഞ്ഞു. അത് പ്രാക്ടിക്കലാക്കുക എന്നുള്ളതായിരിക്കും അടുത്ത ദിവസങ്ങളുള്ളത്. തീർച്ചയായിട്ടും വളരെയധികം നന്ദി. ഈ യാത്രാക്ഷീണത്തിനും തിരക്കിനും ഇടയിൽ നമ്മളോട് സംസാരിച്ചതിന് ഈ തത്വമി നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒരുപാട് അഭിനന്ദനങ്ങളുണ്ട്, അഭിനന്ദനങ്ങൾ. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.